പെഹൽഗാം സംഭവം എടുത്താലും ഓപ്പറേഷൻ സിന്ദൂർ എടുത്താലും നമ്മൾ സ്വയം ചോദിക്കേണ്ട ചോദ്യങ്ങൾ, നമ്മളുടെ ലക്ഷ്യങ്ങൾ നമ്മൾ നേടിയെടുത്തു. ടെററിസം എന്ന് പറയുന്ന ഒരു നീണ്ടകാല യുദ്ധമാണ്. അതിന് പെട്ടെന്നൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കില്ല. ആഭ്യന്തര കുഴപ്പങ്ങളെല്ലാം ചെന്ന് ചാടിയിരിക്കുന്ന ഒരു സമയത്ത് പോലും ഈ ഭീകരവാദത്തെ പാകിസ്ഥാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇന്ത്യയുടെ ഒരു വാദം. നമ്മൾ ഇരു രാജ്യങ്ങളും ഇപ്പോഴും ഒരു ബ്രിങ്ക് ഓഫ് ദ വാറാണ്. വാർ ഏത് സമയത്തും പൊട്ടിപ്പുറപ്പെടാം. പെഹൽഗാമിനെ തുടർന്ന് നമ്മൾ തുടങ്ങി വെച്ച ഓപ്പറേഷൻ സിന്ദൂർ കാരണം ഇന്ന് പാകിസ്ഥാനിൽ ആർമിയുടെ സപ്പോർട്ട് ഉയർന്നിരിക്കുകയാണ്. അസീം മുനീറിനെതിരെ എന്തെങ്കിലും ഒരു ശബ്ദം ഉയർന്ന് അദ്ദേഹത്തിൻ്റെ സ്ഥാനം നഷ്ടപ്പെടാൻ പോകുന്നു എന്ന് കണ്ടാൽ ഉടനെ അയാൾ യുദ്ധം തുടങ്ങാനുള്ള വേണ്ട നടപടികൾ എടുക്കും. ഏറ്റവും പോപ്പുലറായ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവ് ഇമ്രാൻഖാൻ ഇന്ന് അവിടെ ജയിലിലാണ്. യുദ്ധമുണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ആർക്കാണ് ഉണ്ടാവുന്നത്? ആ ബോർഡർ ഏരിയാസിൽ ജീവിക്കുന്ന ജനങ്ങൾക്കാണ്. ഇരുവശത്തും നെഹ്റു പാകിസ്ഥാനുമായി സമാധാനപരമായ ഒരു പരിഹാരം കണ്ടെത്തണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് UN കൊണ്ടുപോയത്. പാകിസ്ഥാൻ ഇത് അവരുടെ ഏറ്റവും കോർ ഇഷ്യൂ, ഫണ്ടമെൻ്റൽ ഇഷ്യൂ ആയിട്ടാണ് കാണുന്നത്. പാകിസ്ഥാനിൽ ഇന്നുള്ള ഏറ്റവും അറിയപ്പെടുന്ന 2 ടെററിസ്റ്റാണ് മസൂദ് അസറും ഹഫീസ് സയ്യിദും. അവർ രണ്ടുപേരെയും നമുക്ക് ഇല്ലാതാക്കാൻ സാധിച്ചിട്ടില്ല. ഒരു കൺവെൻഷണൽ യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ അവർ തോക്കും എന്നുള്ളത് അവർക്ക് ഉറപ്പാണ്. അതുകൊണ്ട് അവരെടുത്തിട്ടുള്ളൊരു ഈസി ഓപ്ഷനാണ് ടെററിസത്തെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത്. ഇന്ത്യക്ക് എത്രയെല്ലാം ശക്തി ഉണ്ടെങ്കിലും നമുക്കിന്നും ഒരു 2 ഫ്രണ്ട് വാർ ഒന്നും നേരിടാനുള്ള കഴിവായിട്ടില്ല. ഭീകരവാദത്തോടും ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ശക്തികളോടും യാതൊരു തരത്തിലുള്ള കോംപ്രമൈസിനും തയ്യാറില്ലെന്നുള്ള ഇന്ത്യയുടെ പ്രഖ്യാപനമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന് ദക്ഷിണേഷ്യയിലെ സ്ട്രാറ്റജിക് മാപ്പ് ഇന്ത്യ തിരുത്തി എഴുതിയതായിട്ടാണ് നയതന്ത്ര വിദഗ്ധർ അഭിപ്രായപ്പെട്ടത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യക്കുണ്ടായിട്ടുള്ള നയതന്ത്ര നേട്ടങ്ങളെക്കുറിച്ചും ഇന്ത്യയുടെ ഒരു ജിയോ പൊളിറ്റിക്കൽ പൊസിഷനെ കുറിച്ചും നയതന്ത്ര വിദഗ്ധനായ ഡോക്ടർ വേണു രാജാമണി നമ്മളോട് സംസാരിക്കുന്നു. സ്വാഗതം സർ. നമസ്കാരം. പാകിസ്ഥാൻ ഒരു ഭീകരവാദത്തെ എത്രത്തോളം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ എത്രത്തോളം സക്സസ്ഫുൾ ആയിരുന്നു, എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതൊക്കെ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ ഒരു സർവകക്ഷി സംഘം മറ്റു വിദേശ രാജ്യങ്ങളിലേക്ക് സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ ഇപ്പോൾ. സത്യത്തിൽ ഇന്ത്യ പോലെയുള്ള ഒരു ശക്തിക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ? മറ്റ് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തങ്ങൾ എന്താണെന്ന് വിശദീകരിക്കേണ്ട ഒരു ആവശ്യകത എന്താണ്? ഇന്ത്യ അതിലൂടെ ഉദ്ദേശിക്കുന്ന ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജി എന്താണ് അതിന് പിന്നിൽ? അത് നല്ലൊരു ചോദ്യമാണ്. പലരും എടുത്തു കാണിച്ചിട്ടുള്ളത് അമേരിക്ക എന്തെങ്കിലും ചെയ്താൽ അതിനുശേഷം പാർലമെൻ്ററി ഡെലിഗേഷൻസിനെ വിശദീകരിക്കാനായി മറ്റു രാജ്യങ്ങളിലേക്ക് അയക്കാറില്ല. അതുപോലെ തന്നെ ഇസ്രായേൽ എന്തെങ്കിലും ചെയ്താൽ മറ്റു രാജ്യങ്ങളെ അയക്കാറില്ല. അപ്പോൾ എന്തിന് ഇന്ത്യ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന ചോദ്യം ചോദിക്കുന്ന ആൾക്കാരുണ്ട്. നമുക്ക് പറയാവുന്നത് ഇന്ത്യക്ക് അതിൽ നിന്നും ഒരു നേട്ടമുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇന്ത്യ ഒറ്റക്കെട്ടായി നിൽക്കുന്നു. ഭീകരവാദത്തിനെതിരെയുള്ള യുദ്ധത്തിൽ ഗവൺമെൻറ്റും പ്രതിപക്ഷ പാർട്ടികളും എല്ലാം ഒന്നാണ്. ഓപ്പറേഷൻ പെഹൽഗാം സംഭവത്തിന് ശേഷവും ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്തും എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഗവൺമെൻറ്റിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഇന്ത്യൻ സൈനികളുടെ പിന്നിലാണ് അവരും നിൽക്കുന്നത് എന്ന ഒരു നിലപാട് എടുത്തിരുന്നു. അപ്പോൾ അതിനെ ലോകത്തിലേക്ക് അറിയിക്കുക എന്നൊരു ചുരുങ്ങിയ ലക്ഷ്യമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു ചുരുങ്ങിയൊരു നേട്ടമേ നമുക്കുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. ഈ ഡെലിഗേഷൻസ് പോയതുകൊണ്ട് അവർ പോകുന്ന രാജ്യത്തിൻ്റെ നിലപാട് മാറ്റുവാൻ സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല, ഈ നമ്മൾ പോകുന്ന രാജ്യങ്ങളിലെല്ലാം ഇന്ത്യൻ എംബസീസ് ഉണ്ട്, ഇന്ത്യൻ അംബാസിഡേഴ്സ് ഉണ്ട്. വിദേശ മന്ത്രാലയം ആ രാജ്യങ്ങളുടെ അംബാസിഡേഴ്സുമായി ഡൽഹിയിൽ നിരന്തരം സമ്പർക്കം പുലർത്തുന്നുണ്ട്, അവർക്ക് ബ്രീഫിങ്സ് നൽകുന്നുണ്ട്. അപ്പോൾ അതിലുപരി വലിയൊരു മാറ്റം ഈ പാർലമെന്റ് ഡെലിഗേഷൻ പോയത് കൊണ്ടുണ്ടാകും എന്ന് എനിക്ക് വിശ്വാസമില്ല. ഇപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ പാകിസ്ഥാൻ കടന്നു പോവുകയായിരുന്നു. തന്നെയുമല്ല, ആഭ്യന്തര പ്രശ്നങ്ങൾ പാകിസ്ഥാനിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടേതായാലും പിന്നെ അതുപോലെ പാക് അഫ്ഗാൻ അതിർത്തിയിൽ ഭീകരരുടെ ഒരു ആക്രമണം, അതിനുള്ള സാധ്യത പാകിസ്ഥാൻ കാണുന്നുണ്ട്. അപ്പം ഇത്തരം ആഭ്യന്തര കുഴപ്പങ്ങളിലെല്ലാം ചെന്ന് ചാടിയിരിക്കുന്ന ഒരു സമയത്ത് പോലും ഈ ഭീകരവാദത്തെ പാകിസ്ഥാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇന്ത്യയുടെ ഒരു വാദം. സാർ, അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിനും മറിച്ചൊരു വാദമുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പോൾ രമ്യ പറഞ്ഞ ആ കാരണങ്ങൾ കാരണവും
അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി, ഏറ്റവും പോപ്പുലറായ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവ് ഇമ്രാൻഖാൻ ഇന്ന് അവിടെ ജയിലിലാണ്. പട്ടാള ഭരണമായ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സിനെയും അടിച്ചമർത്തുകയാണ്. പട്ടാളത്തിൻ്റെ പോപ്പുലാരിറ്റി ഏറ്റവും കുറഞ്ഞിരുന്ന ഒരു അവസരത്തിലാണ് ഈ പെഹൽഗാം സംഭവം ഉണ്ടായത്. പെഹൽഗാമിനെ തുടർന്ന് നമ്മൾ തുടങ്ങി വെച്ച ഓപ്പറേഷൻ സിന്ദൂർ കാരണം ഇന്ന് പാകിസ്ഥാനിൽ ആർമിയുടെ സപ്പോർട്ട് ഉയർന്നിരിക്കുകയാണ്, ആർമിയുടെ പോപ്പുലാരിറ്റി ഉയർന്നിരിക്കുകയാണ്. ആർമിയെ എതിർത്ത് വിമർശിച്ചിരുന്ന ഒരു ജനത ഇന്ന് ആർമിയെ അവരുടെ രാജ്യത്തിൻ്റെ രക്ഷകരായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് മറിച്ചും നമുക്ക് പറയുവാൻ സാധിക്കും, ഒരു പരിധിവരെ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാൻ ജനതയെ ഒറ്റക്കെട്ടായി അവരുടെ ആർമിയുടെ പിന്നിൽ അണിനിരക്കുവാനായി സഹായിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ ആർമി ഇന്നും ഒരു പ്രബല ശക്തിയാണ്. അവർ തോറ്റതായിട്ടല്ല അവരുടെ ജനതയോട് അവർ വിശദീകരിച്ചിരിക്കുന്നത്. അവരുടെ ജനതയും ഈ ഒരു 4 ദിവസത്തെ ഹോസ്റ്റിലിറ്റീസിൽ അവരൊരു തോറ്റ രാജ്യമായി കാണുന്നില്ല. അത് നമ്മൾ ഇന്ത്യക്കാരാണ് അങ്ങനെ അതിനെ വീക്ഷിക്കുന്നത്. അതുകൊണ്ട് പാകിസ്ഥാൻ ആർമി എങ്ങും പോയിട്ടില്ല, ഇന്നും അതിശക്തമായി ഒരു ഫോഴ്സായി തന്നെ അവരുടെ സൊസൈറ്റിയിൽ തുടരുന്നു. മാത്രമല്ല, ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് അവരുടെ പോപ്പുലാരിറ്റി ഡിക്ലൈൻ ചെയ്തിരുന്നെങ്കിൽ ഈ സംഭവങ്ങൾ കാരണം വീണ്ടും ആ പോപ്പുലാരിറ്റി ഉയർന്നിരിക്കുകയാണ് എന്ന ഒരു കോൺട്രഡിക്ഷനാണ് നമുക്ക് പാകിസ്ഥാനിൽ കാണുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ പാക് സൈനിക മേധാവിയായിരുന്ന ഇപ്പോൾ ഫീൽഡ് മാർഷലായിട്ട് പ്രൊമോഷൻ കിട്ടിയിട്ടുള്ള അസിം മുനീറിന്റെ പ്രകോപനപരമായ പ്രസംഗമാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിലെന്നാണല്ലോ നമ്മുടെ ഒരു വാദം. ഇപ്പം ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അദ്ദേഹത്തിന് പ്രൊമോഷൻ നൽകിയാണ് പാകിസ്ഥാൻ ചെയ്തിട്ടുള്ളത്. പാകിസ്ഥാനിൽ എല്ലാ കാലത്തും ഒരു സ്ഥിരതയുള്ള ഒരു സർക്കാർ ഉണ്ടായിട്ടില്ല. അവിടെ എപ്പോഴും സൈനിക ശക്തിക്ക് തന്നെയാണ് മേധാവിത്വം കൂടുതലുള്ളത്. പ്രത്യക്ഷമായിട്ടെങ്കിലും അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അദ്ദേഹത്തിനൊരു പ്രൊമോഷൻ ലഭിച്ചിരിക്കുകയാണ്. മാത്രമല്ല, അവിടുത്തെ സിവിലിയൻ ഗവൺമെൻറ് പോലും അദ്ദേഹത്തെ വാഴ്ത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ അസീം മുനീറിൻ്റെ ഒരു പ്രസംഗം കാരണമാണ് പെഹൽഗാം ഉണ്ടായത് എന്ന് നമ്മൾ പറയുന്നത് കുറച്ചൊരു ഓവർ അസസ്മെൻ്റ് ആയിരിക്കും. എന്തുകൊണ്ടെന്നാൽ ടെററിസം പാകിസ്ഥാൻ നീണ്ട കാലമായി ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ്. പാകിസ്ഥാനി സൈന്യവും ISIയും നീണ്ട കാലമായി ടെററിസത്തെ ഒരു ഡെലിബറേറ്റ് ഇൻസ്ട്രുമെൻ്റായി ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുകയാണ്. അവർക്കറിയാം കൺവെൻഷണൽ സ്ട്രെങ്ത്തിൽ ഇന്ത്യ അവരെക്കാൾ എത്രയോ മേലിലാണ്. 71 ശേഷം ഒരു കൺവെൻഷണൽ യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ അവർ തോക്കും എന്നുള്ളത് അവർക്ക് ഉറപ്പാണ്. മാത്രമല്ല, അവരുടെ ഈ സാമ്പത്തിക പ്രശ്നങ്ങളും മറ്റ് ബലൂചിസ്ഥാൻ പോലുള്ള പ്രശ്നങ്ങളും അഫ്ഗാനിസ്ഥാനുമായുള്ള പ്രശ്നങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് അവർക്ക് നീണ്ടകാലം ഒരു യുദ്ധത്തെ പിടിച്ചു നിർത്തുവാൻ സാധിക്കില്ല, തുടരുവാൻ സാധിക്കില്ല. അതുകൊണ്ട് അവരെടുത്തിട്ടുള്ളൊരു ഈസി ഓപ്ഷനാണ് ടെററിസത്തെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത്. അവർക്ക് കുറേ ആൾക്കാർക്ക് തോക്കും ബോംബ്സും ട്രെയിനിങ്ങും കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും ബോർഡർ കടത്തി ഇന്ത്യയിലേക്ക് വിട്ടു കഴിഞ്ഞാൽ അവർക്ക് ഇന്ത്യക്കുള്ളിൽ ടെററിസ്റ്റ് ഇൻസിഡൻസ് നടത്തുവാൻ സാധിക്കും. അപ്പോൾ ഇതിന് വലിയ ചിലവുള്ളൊരു കാര്യമല്ല, ഒരുപാട് ബുദ്ധിമുട്ടേണ്ട ഒരു കാര്യമല്ല. ഒരു കൺവെൻഷണൽ വാറിനുള്ള പ്രിപ്പറേഷൻ പോലെ അല്ല ടെററിസ്റ്റിനെ ട്രെയിൻ ചെയ്യാൻ, ടെററിസ്റ്റിനെ അയക്കുകയും ചെയ്യുന്നത്. അതേസമയം അത് കാരണം ഇന്ത്യക്ക് ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ വളരെ വലുതാണ്. പ്രത്യേകിച്ചും പെഹൽഗാം പോലെ ഒരു സംഭവത്തിൽ നമ്മുടെ സിവിലിയൻസ്, നമ്മുടെ ടൂറിസ്റ്റാണ് ടാർഗറ്റ് ചെയ്യപ്പെട്ടത്. ഇന്ത്യയിൽ ജനരോഷം ഉയരുന്നു. പക്ഷെ ആ ജനരോഷം ഉയരുമ്പോൾ നമ്മളുടെ പ്രതികരണം പലപ്പോഴും അവരെ ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത്. നമ്മുടെ നീണ്ട കാലത്തിലുള്ള നമ്മുടെ പാകിസ്ഥാനെ കുറിച്ചുള്ള ലക്ഷ്യം എന്താണ്? അവിടുത്തെ ആർമിയെ നമുക്ക് വീക്കൻ ചെയ്യുവാൻ സാധിക്കണം, അവിടുത്തെ ആർമിയുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്തുവാൻ സാധിക്കണം, സിവിലിയൻ ഗവൺമെൻറ്റിനെ സ്ട്രെങ്തൻ ചെയ്യാൻ സാധിക്കണം. പല ഘട്ടങ്ങളിലും സിവിലിയൻ ഗവൺമെൻറ് ഉണ്ടായിട്ടുള്ളപ്പോൾ അവർ ഇന്ത്യയുമായി സമാധാനം ആഗ്രഹിച്ചിട്ടുണ്ട്, അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നീട് ആർമി വന്ന് അട്ടിമറിച്ചിട്ടുള്ളതാണ്. പക്ഷേ ജനറൽ മുഷറഫ് പോലെ ഒരു ആർമി മേധാവി ആദ്യം പട്ടാള ഭരണം ഉണ്ടാക്കുകയും അതിനുശേഷം സിവിലിയൻ പ്രസിഡന്റായി മാറിയ ശേഷം അദ്ദേഹവും ഡോക്ടർ മൻമോഹൻ സിംഗുമായി ചർച്ച നടത്തി കശ്മീർ പ്രശ്നത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തണം എന്ന വിഷയത്തിൽ ഒരുപാട് പുരോഗതി ഉണ്ടാക്കിയിരുന്നതാണ്. വീണ്ടും ലാസ്റ്റ് മിനിറ്റിൽ അവിടുത്തെ ഒരു ഡൊമസ്റ്റിക് പൊളിറ്റിക്കൽ ക്രൈസിസ് കാരണം മുഷറഫിന് ഭരണം നഷ്ടപ്പെട്ടു. ആ ചർച്ചകൾ മുന്നോട്ട് പോകാതിരുന്നു. അതുകൊണ്ട് പാകിസ്ഥാൻ ഒരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്.
അതിൽ പട്ടാളം തന്നെയാണ് അവിടുത്തെ ഏറ്റവും പവർഫുൾ, ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ഫോഴ്സ്. പക്ഷേ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് യുദ്ധം എപ്പോഴും ഒരു പരിഹാര മാർഗമല്ല. ടെററിസം നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു ആയുധമാണ്, അവരുപയോഗിക്കുന്ന ആയുധമാണ് എന്നുള്ളത് സത്യമാണ്. എന്നാൽ നമ്മൾ ഒരു നീണ്ടകാല പെർസ്പെക്റ്റീവോടു കൂടിയേ നമ്മൾക്ക് അതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. അതിനോടുള്ള പ്രതികരണവും വളരെയധികം സമചിത്തതയും സംയമനത്തോടു കൂടിയേ നമുക്ക് എടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വീക്കൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അതേ ഫോഴ്സസിനെ നമ്മൾ ശക്തിപ്പെടുത്തി എന്ന് വരും. ഇപ്പോൾ ഒരു പരിധി വരെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാനിൽ സംഭവിച്ചിരിക്കുന്ന അതാണ് അസിം മുനീറിനെ ഫീൽഡ് മാർഷൽ ആക്കിയതിൽ നിന്നും നമ്മൾ കാണേണ്ടത്. പക്ഷേ ഇങ്ങനെ ഒരു പ്രൊമോഷൻ കൊടുത്തിട്ടുള്ള ഇതിന് നേരത്തെ 1959 അവർ ഇതുപോലൊരു സൈനിക മേധാവിക്ക് പ്രൊമോഷൻ കൊടുക്കുന്നത്. അന്നത് പാകിസ്ഥാൻ ഒരു പട്ടാള ഭരണത്തിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ഈ ഒരു സാഹചര്യത്തിലും അതിനുള്ളൊരു സാധ്യത കാണുന്നില്ലേ? തീർച്ചയായും നമുക്കത് പ്രവചിക്കുവാൻ സാധിക്കില്ല. പട്ടാള ഭരണത്തിലേക്ക് പോകാം, അല്ലെങ്കിൽ ഇന്നത്തെ സാഹചര്യം പോലെ സിവിലിയൻ ഗവൺമെന്റിനെ മുന്നിൽ വെക്കുകയും പട്ടാളം പിന്നിൽ നിന്ന് ചരട് വലിക്കുന്ന ഒരു സാഹചര്യവും ആകാം. പലരും വിചാരിക്കുന്നത്, പല നിരീക്ഷകരും പറഞ്ഞിട്ടുള്ളത്, പാകിസ്ഥാൻ പട്ടാളത്തിന് തന്നെ അറിയാം അവർ മുന്നിൽ നിന്ന് ഭരണം ചെയ്താൽ വീണ്ടും അവരുടെ പോപ്പുലാരിറ്റി താഴോട്ട് പോകും, പാകിസ്ഥാൻ്റെ പ്രശ്നങ്ങൾക്ക് എളുപ്പത്തിൽ പരിഹാരം അവർക്ക് കണ്ടെത്താൻ സാധിക്കില്ല. അതേസമയം അന്താരാഷ്ട്ര സമൂഹത്തിലും അവരൊരു പരസ്യമായ ഒരു നടത്തി പട്ടാള ഭരണം ഏർപ്പെടുത്തിയാൽ അവരുടെ എല്ലാ പാശ്ചാത്യ രാജ്യങ്ങളും അവർക്കെതിരാവും. അപ്പോൾ അതിനേക്കാൾ നല്ലത് ഒരു ഡമ്മി സിവിലിയൻ ഗവൺമെൻറ് മുന്നിൽ നിർത്തുകയും പിന്നിൽ നിന്നും ചരട് വലിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ നീണ്ടകാലമായി പാകിസ്ഥാൻ മിലിറ്ററിക്ക് വളരെയധികം ഇൻഫ്ലുവൻസ് ഉണ്ട് അവരുടെ പൊളിറ്റിക്സിൽ. എന്നാൽ അവർ പരസ്യമായി മുന്നിൽ വന്ന് ഒരു പട്ടാള ഭരണം പ്രഖ്യാപിച്ചിട്ടില്ല. എന്തായിരുന്നാലും ഈ പെഹൽഗാം സംഭവം എടുത്താലും ഓപ്പറേഷൻ സിന്ദൂർ എടുത്താലും നമ്മൾ സ്വയം ചോദിക്കേണ്ട ചോദ്യങ്ങൾ, നമ്മളുടെ ലക്ഷ്യങ്ങൾ നമ്മൾ നേടിയെടുത്തു. നമ്മുടെ ഷോർട്ട് ടേമായ താൽക്കാലികമായ ലക്ഷ്യങ്ങൾ നമ്മൾ ഒരു പരിധിവരെ നേടിയെടുത്തു. എന്തായിരുന്നു ആ ഷോർട്ട് ടേം താൽക്കാലിക ലക്ഷ്യം? പ്രൈം മിനിസ്റ്റർ മോദി പ്രഖ്യാപിച്ചു, പെഹൽഗാമിന് ശേഷം നമ്മൾ പാകിസ്ഥാൻ ഒരു മറുപടി കൊടുക്കും, നമ്മൾ നമ്മുടെ ശക്തി തെളിയിക്കും. വളരെ ടാർഗറ്റഡായി പാകിസ്ഥാനുള്ളിൽ 9 സൈറ്റ് നമ്മുടെ എയർഫോഴ്സ് ടാർഗറ്റ് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്തു. ഇതൊരു സത്യമാണ്. അപ്പോൾ അത് പാകിസ്ഥാൻ എയർ ഡിഫൻസ് ഒന്നും തടയാത്ത വിധത്തിൽ നമ്മൾ അത് അച്ചീവ് ചെയ്തെടുത്തു. നമ്മുടെ ഭാഗത്ത് നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് പാകിസ്ഥാൻ ആരോപിച്ചിട്ടുണ്ട്. നമ്മൾ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എന്നാൽ അതിനെക്കുറിച്ച് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വിടുന്നില്ല എന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പുറത്തു വന്നിട്ടില്ല. എന്തായിരുന്നാലും നമ്മുടെ പാകിസ്ഥാനിൽ ഉള്ളിൽ ചെന്ന്, പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കശ്മീരിൽ മാത്രമല്ല പഞ്ചാബിൽ പോലും നമ്മൾ ചില ടാർഗറ്റ്സ് നേരത്തെ തീരുമാനിച്ച് അവരെ അറ്റാക്ക് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്തു എന്നുള്ളത് സത്യമാണ്, ആരും ഡിസഗ്രി ഇല്ല. അപ്പോൾ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്തു. പക്ഷെ അതേസമയം നമ്മുടെ ലോങ് ടേം ഗോൾ എന്താണ്? നമ്മുടെ ലോങ് ടേം ഗോൾ ഇന്ത്യയെ ടാർഗറ്റ് ചെയ്യുന്ന ടെററിസം ഇല്ലാതാക്കണം. ആ ഗോൾ നമ്മൾ അച്ചീവ് ചെയ്തോ? അല്ലെങ്കിൽ പോട്ടെ, പാകിസ്ഥാനിൽ ഇന്നുള്ള ഏറ്റവും അറിയപ്പെടുന്ന 2 ടെററിസ്റ്റാണ് മസൂദ് അസറും ഹഫീസ് സയ്യിദും. ഇന്ത്യക്കെതിരെ ഏറ്റവും കൂടുതൽ ഭീകരപ്രവർത്തനങ്ങൾ നേതൃത്വം നൽകിയ 2 വ്യക്തികളാണ്. അവർ രണ്ടുപേരെയും നമുക്ക് ഇല്ലാതാക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഇസ്രായേൽ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾ എടുത്തു നോക്കിയാൽ അവർ വളരെ ടാർഗറ്റഡ് ആയിട്ട് അവർക്കെതിരെ പ്രവർത്തിക്കുന്ന ആൾക്കാർ ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും അവരെ വധിക്കാനായി ഇസ്രായേൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്രായേൽ വിജയിച്ചു, ഇസ്രായേലിൻ്റെ നേട്ടം ഉണ്ടായെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും അതൊരു സ്ട്രാറ്റജിയാണ്. പക്ഷെ അങ്ങനെ ഒരു സ്ട്രാറ്റജി പോലും നമ്മൾ നേടിയിട്ടില്ല. നമ്മൾ 9 സൈറ്റ് ആക്രമിച്ചു, തകർത്തു. എന്നാൽ നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞത് തന്നെ 100 ടെററിസ്റ്റിനെ കൊന്നു എന്നുള്ളതാണ്. എന്നാലും ആ 100 ടെററിസ്റ്റ് ആരാണ്? എത്ര പ്രാധാന്യമുള്ളവരാണ്? പെഹൽഗാമും ഓപ്പറേഷൻ സിന്ദൂറിനും ഇടയിൽ കുറേ അധികം സമയം പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്തിനുള്ളിൽ അവിടെ ആരെങ്കിലും ടെററിസ്റ്റ് ഉണ്ടെങ്കിൽ അവർക്ക് രക്ഷപ്പെടാൻ ആവശ്യത്തിന് അവസരമുണ്ടായി. ഈ ഒരു അറ്റാക്ക് ഉണ്ടായതുകൊണ്ട് മാത്രം നാളെ ഇന്ത്യയിൽ വീണ്ടും ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടാകില്ല എന്ന് ആർക്കും ഉറപ്പ് പറയാൻ സാധിക്കില്ല. ഈ ഒരു അറ്റാക്കും അതിനുശേഷമുണ്ടായ ഒരു ഹോസ്റ്റിലിറ്റീസും
പാകിസ്ഥാനിൽ ആൾക്കാർ കാണുന്നത് അവരുടെ വിജയമായിട്ടാണ്. അവർ ഈ മഹത്തായ ഇന്ത്യൻ കൺവെൻഷണൽ ആർമി, അവരെക്കാൾ എത്രയോ ശക്തിയുള്ള ഒരു കൺവെൻഷണൽ ആർമി ഒരു എയർഫോഴ്സിനെതിരെ യുദ്ധം ചെയ്ത് പിടിച്ചു നിന്നു എന്നുള്ളതാണ് അവരുടെ നേട്ടം. ഇന്ത്യക്ക് നാശനഷ്ടം വരുത്തി എന്നുള്ളതാണ് അവരുടെ നേട്ടമായി കാണുന്നത്. അപ്പോൾ അവരാരും ഞങ്ങൾ തോൽവി സമ്മതിച്ചു, ഞങ്ങൾ ഭയന്നോടുകയാണ്, ഇന്ത്യയെ ഞങ്ങൾ പേടിച്ചാണ് ജീവിക്കുന്നത് എന്ന് ആരും പറയുന്നില്ല. അതൊക്കെ നമ്മുടെ ടെലിവിഷൻ ചാനൽസ് മാത്രമേ പറയുന്നുള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് മാക്സിമം ഒരു ഡ്രോ ആണ്, ഒരു സ്റ്റെയിൽമേറ്റ് ആണ്. നമ്മൾ അവരെ ആക്രമിച്ചു, അവർ തിരിച്ചാക്രമിച്ചു, നമ്മൾ വീണ്ടും അവരെ ആക്രമിച്ചു. അവസാനം അമേരിക്ക ഇടപെട്ട് ഒരു സീസ് ഫയർ ഉണ്ടായി, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് പോസ് ഇൻ ഹോസ്റ്റിലിറ്റീസ് എന്നാണ്. അപ്പോൾ താൽക്കാലികമായ ഒരു സമാധാനം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങളുടെ ഒരു നീണ്ടകാല പരിഹാരം, ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങൾ സൗഹൃദത്തിലേക്കും സമാധാനത്തിലേക്കും നീങ്ങാനുള്ള ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഒരു പ്രവണത, അതുപോലെ തന്നെ ഇന്ത്യയെ ടെററിസത്തിൽ നിന്നും മുക്തമാക്കുക, ഇന്ത്യയെ ആക്രമിക്കാൻ ഇനിയൊരു ടെററിസ്റ്റും വരരുത് എന്നൊരു സാഹചര്യം നമുക്കുണ്ടാക്കുവാൻ സാധിച്ചിട്ടില്ല. ടെററിസം എന്ന് പറയുന്ന ഒരു നീണ്ടകാല യുദ്ധമാണ്. അതിന് പെട്ടെന്നൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കില്ല. ആർക്കും ഒരു സീറോ ടെററിസം നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്ന് ഇന്നത്തെ ഇന്ത്യ പാകിസ്ഥാൻ സാഹചര്യത്തിൽ പ്രഖ്യാപിക്കുവാൻ സാധിക്കില്ല. ഒരു വ്യക്തി ബോർഡർ കടന്നു വന്ന് ഒരു സൂയിസൈഡ് ബോംബ് ഡെറ്റനേറ്റ് ചെയ്താൽ മതി, നമുക്കിവിടെ ഒരു ടെററിസ്റ്റ് ഇൻസിഡൻറ്റ് ഉണ്ടാവും. ഒരു വ്യക്തി കടന്നു വന്ന് ആരെങ്കിലും ഒരു സിവിലിയനെയോ ഒരു ടെററിസ്റ്റിനോ ടാർഗറ്റ് ചെയ്താൽ നമുക്ക് വീണ്ടും ടെററിസ്റ്റ് ഇൻസിഡൻറ്റ് ഉണ്ടാവും. അപ്പോൾ ടെററിസം തടയാനുള്ള നീണ്ടകാല സൊല്യൂഷൻ യുദ്ധമല്ല, നേരെ മറിച്ച് ഇന്ത്യയെ ഒരു ഫോർട്രസ് പോലെ ഒരാളും പുറമേ നിന്നും, അനധികൃതമായ ഒരാളും പുറമേ നിന്നും കടന്നു വന്ന് ഒരു ടെററിസ്റ്റ് ഇൻസിഡൻറ്റ് നടത്താതെ ഇരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അമേരിക്ക എടുത്തു നോക്കിയാൽ 9/11 ശേഷം ഇന്നേ വരെ അമേരിക്കക്കുള്ളിൽ ഒരു മേജർ ഫോറിൻ ടെററിസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടില്ല. അതിന് പ്രധാന കാരണം അമേരിക്ക ഒരു ഫോർട്രസ് അമേരിക്കയാക്കി മാറ്റി എന്നുള്ളതാണ്. നമ്മളും ചെയ്യേണ്ടത് ഒരു ഫോർട്രസ് ഇന്ത്യ നിർമ്മിക്കുക എന്നുള്ളതാണ്. പെഹൽഗാം സംഭവം തെളിയിച്ചത് നമ്മൾ അങ്ങനെ ഒരു ഫോർട്രസ് ഇന്ത്യ നിർമ്മിക്കുന്നതിൽ ഇനിയും എത്രയോ ദൂരം നടക്കേണ്ടിയിരിക്കുന്നു, മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. പാകിസ്ഥാനിൽ നിന്നുള്ള ടെററിസ്റ്റ് ബോർഡർ കടന്ന് അകത്തേക്ക് വരികയും നമ്മുടെ ഇന്നസെൻറ്റ് സിവിലിയൻസിന് യാതൊരു സെക്യൂരിറ്റി പ്രസൻസും ഇല്ല, യാതൊരു ഇൻ്റലിജൻസ് മുന്നറിയിപ്പും ഇല്ലാത്ത സാഹചര്യത്തിൽ അവരെ കൊന്നിട്ട് അവരാരെയും നമുക്ക് പിടികൂടാൻ സാധിച്ചിട്ടില്ല. അവർ മിക്കവാറും തിരിച്ച് പാകിസ്ഥാൻ ബോർഡർ കടന്ന് പാകിസ്ഥാനിലേക്ക് പോയി കാണും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ത്യക്കുള്ളിൽ തന്നെ ഉണ്ടാകും. ബട്ട് അവരെ ഇതുവരെ നമ്മൾ പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു സങ്കടകരമായ യാഥാർത്ഥ്യമാണ്. അപ്പോൾ അവിടെയാണ് നമുക്ക് വീഴ്ച പറ്റിയിട്ടുള്ളത്. നമ്മുടെ ഇൻ്റലിജൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കണം, നമ്മുടെ സെക്യൂരിറ്റി സിസ്റ്റംസ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കണം, നമ്മുടെ ജനങ്ങൾക്ക് ഇതുപോലുള്ള ആക്രമണങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കുവാൻ വേണ്ട സെക്യൂരിറ്റി നമുക്ക് നൽകുവാൻ സാധിക്കണം. നമ്മുടെ ബോർഡേഴ്സ് പരിപൂർണമായി നമുക്ക് സീൽ ചെയ്ത് ഒരു ഫോറിൻ ടെററിസ്റ്റും അകത്തേക്ക് കടന്നു വരാത്ത വിധത്തിൽ നമുക്ക് വേണ്ട നടപടികൾ എടുക്കുവാൻ സാധിക്കണം. ഇതൊക്കെയാണ് പ്രയോറിറ്റി. നമ്മളുടെ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയ, അല്ലെങ്കിൽ പാകിസ്ഥാനുമായി പലരും ഇന്ത്യയിൽ ഉടനെ യുദ്ധം പ്രഖ്യാപിക്കണം, പാകിസ്ഥാനെ കീഴടക്കണം, പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കശ്മീർ തിരിച്ച് പിടിക്കണം എന്നൊക്കെ പറഞ്ഞൊരു വാർ ഹിസ്റ്റീരിയ ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ സീസ് ഫയറിന് ശേഷം പ്രധാനമന്ത്രി മോദിക്ക് പോലും അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടേഴ്സിൽ നിന്നും ഒരുപാട് വിമർശനമുണ്ടായി, എന്തുകൊണ്ട് യുദ്ധവിരാമം പ്രഖ്യാപിച്ചു എന്നുള്ളത്. ഫോറിൻ സെക്രട്ടറി ആയിരുന്ന വിക്രം മിശ്രയുടെ കുടുംബാംഗങ്ങളെ പോലും സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കുകയുണ്ടായി. തീരുമാനമെടുത്തത് പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയും മറ്റ് ക്യാബിനറ്റ് മെമ്പേഴ്സുമാണ്. വിക്രം മിശ്രി ഒരു മെസ്സഞ്ചർ മാത്രമാണ്, എന്നിട്ടും വിക്രം മിശ്രിയെ ആക്രമിച്ചു. ഇതെല്ലാം നമ്മുടെ രാജ്യത്തിനുള്ളിൽ ഒരു വാർ ഹിസ്റ്റീരിയ ബിൽഡപ്പ് ചെയ്യുന്നത് കൊണ്ടാണ്. വാർ ഹിസ്റ്റീരിയയിലൂടെ നമ്മൾ ഒന്നും നേടാൻ സാധിക്കില്ല. നമ്മൾ പലപ്പോഴും യുദ്ധം ചെയ്യുമ്പോൾ നമുക്കെതിരെ ഏറ്റവും
ശക്തമായി നിൽക്കുന്ന ശക്തികളെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ നീണ്ടകാല ആവശ്യം പാകിസ്ഥാൻ മിലിറ്ററിയെ വീക്കൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ നീണ്ടകാല ആവശ്യം ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനൊരു പരിഹാരം കണ്ടെത്തിയാൽ ഇന്ത്യക്ക് സാമ്പത്തിക ഉന്നമനത്തിൻ്റെ പാതയിലേക്ക് നീങ്ങുവാൻ സാധിക്കുകയുള്ളൂ. എന്നും ഇന്ത്യ പാകിസ്ഥാൻ സംഘടനകളും ഹോസ്റ്റിലിറ്റീസും ടെററിസവും ഇന്ത്യയിൽ ഉണ്ടായിരുന്നാൽ വിദേശ നിക്ഷേപങ്ങൾ ഇവിടെ വരില്ല, വാണിജ്യം കുറയും, നമ്മുടെ ജനങ്ങൾക്ക് തന്നെ ആ ഒരു ഇൻസെക്യൂരിറ്റിയുടെ ഫീലിംഗ് ഉണ്ടാവും. അതുകൊണ്ട് ടെററിസത്തിന് എതിരായിട്ടുള്ള സ്ട്രാറ്റജി, ടെററിസത്തിനെ ഡീൽ ചെയ്യുന്ന സ്ട്രാറ്റജി വളരെ ആലോചിച്ച് സമചിത്തതയോടുകൂടി, ഒരു ഹിസ്റ്റീരിക്കൽ ഇപ്പോൾ നമ്മൾ പോയി യുദ്ധം ചെയ്ത് എല്ലാം തീർക്കും എന്നുള്ളൊരു ചിന്തയോടുകൂടിയല്ല, നേരെ മറിച്ച് എങ്ങനെ ഇന്ത്യയെ സംരക്ഷിക്കുവാൻ സാധിക്കും, എങ്ങനെ ഇന്ത്യൻ ജനങ്ങളെ സംരക്ഷിക്കുവാൻ സാധിക്കും എന്ന ആ ഒരു ഇഷ്യൂ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് വേണ്ട നടപടികൾ നമ്മൾ എടുക്കണം. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളത് ഇനിയൊരു ഭീകരാക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അതൊരു യുദ്ധപ്രഖ്യാപനമായി കാണുന്നതാണ്. തീർച്ചയായും. സത്യം പറഞ്ഞാൽ എനിക്ക് വളരെയധികം ആശങ്കയുണ്ട്. ഇതൊരു യുദ്ധവിരാമം മാത്രമാണ്. ഏത് സമയത്തും വീണ്ടും യുദ്ധം പൊട്ടിപ്പുറപ്പെടാം. പാകിസ്ഥാനിൽ നിന്നും 4-5 ഡ്രോൺ വന്നാൽ വേണമെങ്കിൽ ഗവൺമെൻറ്റിന് യുദ്ധം പ്രഖ്യാപിക്കാം. ഒരു ടെററിസ്റ്റ് ഇൻസിഡൻറ്റ് ഉണ്ടായാൽ ഗവൺമെൻറ്റിന് വേണമെങ്കിൽ യുദ്ധം പ്രഖ്യാപിക്കാം. നമ്മൾ ഇരു രാജ്യങ്ങളും ഇപ്പോഴും ഒരു ബ്രിങ്ക് ഓഫ് ദ വാറാണ്. വാർ ഏത് സമയത്തും പൊട്ടിപ്പുറപ്പെടാം. അപ്പോൾ ഇതിൽ നിന്നും ഇതൊരു ഹൈലി ഇൻസെക്യൂർ ആയിട്ടുള്ളൊരു എൻവയൺമെൻ്റ് ആണ്. ഇതിൽ നമുക്ക് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വികസന സംബന്ധമായ, സാമ്പത്തിക വളർച്ച സംബന്ധമായ ഗോൾസിൽ നമുക്ക് ശ്രദ്ധിക്കുവാൻ സാധിക്കില്ല. ഏത് സമയവും ഇവിടെ യുദ്ധം ഉണ്ടാകാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. മാത്രമല്ല, യുദ്ധം ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ആർക്കാണ് ഉണ്ടാവുന്നത്? ആ ബോർഡർ ഏരിയാസിൽ ജീവിക്കുന്ന ജനങ്ങൾക്കാണ്. ഇരുവശത്തും, ഇന്ത്യയുടെ വശത്തും പാകിസ്ഥാൻ്റെ വശത്തും നിരന്തരം രാത്രി മുഴുവൻ ഷെല്ലിങ്, പകൽ ഷെല്ലിങ്, കുട്ടികൾക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല, കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ബോംബ് ഷെൽട്ടറിൽ പോകണം, സ്കൂളിൽ പോകാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ ഒരു സ്ട്രെസ്ഫുൾ എൻവയൺമെൻറ്റിൽ ജീവിക്കുന്ന ജനങ്ങൾ എത്ര കാലം അവിടെ ജീവിക്കും? അവരെ എത്ര യാതന അനുഭവിക്കുന്നുണ്ട്? ഈ അടുത്ത കാലത്ത് നമ്മുടെ മുൻ കരസേനാ മേധാവി ജനറൽ മുകുന്ദ് നരവനെ പൂനെയിലെ ഒരു പ്രസംഗത്തിൽ പറയുകയുണ്ടായി, വാർ ഇസ് നോട്ട് സംതിങ് റൊമാൻറ്റിക്, ഇറ്റ് ഇസ് നോട്ട് എ ബോളിവുഡ് മൂവി. ഇതൊരു ചലച്ചിത്രമാണ് എന്ന് ആരും വിചാരിക്കരുത്. എന്തോ സിനിമയിൽ എല്ലാ ഹീറോസ് എപ്പോഴും വിജയിക്കും, പോയി യുദ്ധം എപ്പോഴും ഒരു വശം ജയിക്കും എന്നുള്ളത് അങ്ങനെയല്ല. യുദ്ധം കാരണം ഒരുപാട് കഷ്ടത ഇരുവശത്തെ ജനങ്ങളും അനുഭവിക്കും. അതിൻ്റെ കോൺസിക്വൻസസ് നീണ്ട കാലമാണ്. ഈ പോസ്റ്റ് ട്രോമ സ്ട്രെസ് ഡിസോർഡർ എന്ന് പറഞ്ഞ ഒരു സൈക്കോളജിക്കൽ ഇഫക്റ്റ് ഉണ്ട്. യുദ്ധ രംഗങ്ങളിൽ, യുദ്ധം നടക്കുന്ന ഏരിയാസിൽ ജീവിക്കുന്ന ആൾക്കാർക്കും അവരുടെ കുട്ടികൾക്കുമെല്ലാം അതെല്ലാം നീണ്ട കാലത്തെ കോൺസിക്വൻസസ് ഉള്ളതാണ്. മുൻ കരസേനാ മേധാവി തന്നെ പറഞ്ഞത്, എന്നെ കമാൻഡ് ചെയ്താൽ ഞാൻ യുദ്ധത്തിന് മുന്നോട്ട് പോകും, പക്ഷെ എന്നോട് ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയും ഡിപ്ലോമസി ഈസ് ദ ഫസ്റ്റ് ആൻസർ. യു ഷുഡ് ഓൾവേസ് ട്രൈ ടു റിസോൾവ് ഡിഫറൻസസ് പീസ്ഫുള്ളി. ആംഡ് കോൺഫ്ലിക്റ്റ് എപ്പോഴും ഏറ്റവും അവസാനത്തെ ഒരു ഉത്തരമാണ്. ആ ആംഡ് കോൺഫ്ലിക്റ്റിലേക്ക് പോകേണ്ടി വന്നാലും അതാരും ആഘോഷിക്കേണ്ട ഒരു കാര്യമല്ല, അത് ചെയ്യേണ്ട ഒരു കാര്യമല്ല, അത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഈ യുദ്ധം എന്ന് പറയുന്നത് എങ്ങനെ ഇല്ലാതാക്കാൻ സാധിക്കും എന്നാണ് ശ്രമിക്കേണ്ടത്. പ്രധാനമന്ത്രി മോദി പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ഒരു പുതിയ ഡോക്ട്രിൻ നമ്മൾ ഏത് സമയത്ത് വേണമെങ്കിലും തിരിച്ചടിക്കും എന്നുള്ളത് വളരെ അപകടകരമാണ്. അത് കാരണം വീണ്ടും പാകിസ്ഥാനിലെ അസീം മുനീറിനെതിരെ എന്തെങ്കിലും ഒരു ശബ്ദം ഉയർന്ന് അദ്ദേഹത്തിൻ്റെ സ്ഥാനം നഷ്ടപ്പെടാൻ പോകുന്നു എന്ന് കണ്ടാൽ ഉടനെ അയാൾ യുദ്ധം തുടങ്ങാനുള്ള വേണ്ട നടപടികൾ എടുക്കും. അതെടുക്കുമ്പോൾ ഇന്ത്യ തിരിച്ചടിക്കുമെന്നറിയാം, ഉടനെ അയാളുടെ സ്ഥാനം വീണ്ടും ഉയരും. അല്ലെങ്കിൽ ഏതെങ്കിലും ടെററിസ്റ്റ്, അത് പാകിസ്ഥാൻ ആർമിയുടെ നിർദ്ദേശപ്രകാരമാകാം, നിർദ്ദേശമില്ലാതെ ആകാം, ഏതെങ്കിലും ഒരു ടെററിസ്റ്റ് ലോകത്ത് എവിടെ നിന്നെങ്കിലും വന്ന് ഇന്ത്യയിൽ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാക്കിയാൽ ഉടനെ ഇന്ത്യ പാകിസ്ഥാനെ തിരിച്ചെടുക്കും, അടിക്കും, വീണ്ടും നമ്മൾ തമ്മിൽ ഒരു യുദ്ധം തുടങ്ങും എന്നൊരു സിറ്റുവേഷനാണ്. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, പാകിസ്ഥാൻ ആണവായുധങ്ങളുള്ള ഒരു രാജ്യമാണ് എന്നത് കൂടിയാണ്. ആണവായുധങ്ങൾ ആരും ഉപയോഗിക്കില്ല, അത് ഉപയോഗിക്കാനുള്ള ഒരു ആയുധമല്ല എന്നാണ് എല്ലാവരും സാധാരണ പ്രഖ്യാപിക്കാറുള്ളത്. എങ്കിലും ഈ ആണവായുധം ഉള്ളത് കൊണ്ട് ഒരു പരിധിവരെ അത് പാകിസ്ഥാൻ്റെ വെപ്പൺ ഓഫ് ലാസ്റ്റ് റിസോർട്ടാണ്.
ഇന്ത്യ വലിയൊരു യുദ്ധം നടത്തി ഇന്ത്യ വിജയിക്കാൻ പോകുന്നു എന്ന് കണ്ടാൽ പാകിസ്ഥാൻ ഞങ്ങൾ ആണവായുധങ്ങൾ ഉപയോഗിക്കും എന്ന ഭീഷണി ഉപയോഗിക്കും. ഈ ഭീഷണി ഉപയോഗിച്ചാൽ അത് ആണവായുധങ്ങൾ ഉപയോഗിക്കും എന്നല്ല പറയുന്നത്. പക്ഷെ ഉടനെ ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ അമേരിക്കയും ലോകത്തെ എല്ലാ പ്രധാന രാജ്യങ്ങളും ഈ വിഷയത്തിൽ ഇടപെട്ട് ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും മേലിൽ സമ്മർദ്ദം ചെലുത്തി നമ്മളെ കൊണ്ട് ആ യുദ്ധം നിർത്തിക്കും. ഇതാണ് നമ്മൾ ചരിത്രത്തിൽ കാർഗിലിന്റെ സമയത്തും കണ്ടത്, ഈ അടുത്ത കാലത്ത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സംഭവത്തിലും കണ്ടത്. അപ്പോൾ ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കും. ആൻഡ് ഈ ഒരു ആവർത്തനത്തിലൂടെ വീണ്ടും വീണ്ടും ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങൾ ഹൈഫനേറ്റഡ് ആവാന്ന്. നമ്മളും പാകിസ്ഥാനും വളരെ വ്യത്യസ്തമാണ്. നമ്മൾ പാകിസ്ഥാൻ്റെ എത്രയോ മുന്നിൽ ചെന്നിരിക്കുന്നു. നമുക്ക് ഇക്കണോമിക് സ്റ്റെബിലിറ്റി ഉണ്ട്, പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ട്, നമ്മൾ ഇക്കണോമിക് പ്രോഗ്രസ് കൈവരിക്കുന്നു, ലോകത്തെ 3ാമത് വലിയ സാമ്പത്തിക ശക്തിയായി ഉയരുന്നു എന്നെല്ലാം വളരെ അഭിമാനത്തോടു കൂടി പ്രഖ്യാപിച്ചിരുന്ന ഇന്ത്യ വീണ്ടും സൗത്ത് ഏഷ്യയിൽ പാകിസ്ഥാനുമായി സ്ഥിരം തല്ലുപിടിക്കുന്ന ഒരു രാജ്യം ആയി ലോകം കണ്ടു തുടങ്ങുന്ന ഒരു കാലഘട്ടം ഉണ്ടാവും. അപ്പോൾ അത് വരാതെ നമ്മൾ സൂക്ഷിക്കണം. അത് വരാതെ സൂക്ഷിക്കണമെങ്കിൽ ഈ യുദ്ധവിരാമം നമുക്ക് നീണ്ട കാലത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുവാൻ സാധിക്കണം. ടെററിസത്തിന് നമ്മുടെ ബോർഡേഴ്സിനെ ശക്തമായി കൺട്രോൾ ചെയ്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിനുള്ളിലെ സെക്യൂരിറ്റിയും ഇൻ്റലിജൻസും വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് തടയുവാൻ സാധിക്കണം. മാത്രമല്ല, ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം, കശ്മീർ പ്രശ്നം ഉൾപ്പെടെ ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ വേണ്ടി നമ്മൾ മാർഗങ്ങൾ കണ്ടെത്തണം. അതല്ലാതെ വേറൊരു മാർഗമില്ല.